മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചറിവാണ്. പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ കമലത്തിൽ ലാലേട്ടൻ പോലെയാണ്. ധ്യാനും പ്രണവും കണ്ടു കഴിഞ്ഞാൽ ശ്രീനിവാസ പോള പോലെ ഇരിക്കും. ഫസ്റ്റ് ഹാഫ് ക്ലാസ് ആണ്, സെക്കൻഡ് ഹാഫ് മാസാണ്. മ്യൂസിക് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് തകർത്തു. എല്ലാവരും തകർത്തിട്ട് ഈ വലിയ ഹിറ്റായിരിക്കും. നിവിൻ മോളിന്റെ ശക്തമായ തിരിച്ചറിവാണ്. പ്രണവും നിവിനും ധ്യാനും എല്ലാം തകർത്തു. അതൊന്നും എനിക്കറിയില്ല. വളരെ ഹിറ്റായിരിക്കും, ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരിക്കും. ഫീൽ ഗുഡ് പല ജോണ്ടുണ്ട്. ഇതുണ്ട്, കോമഡി ഉണ്ട്, നല്ല മ്യൂസിക്കൽ എൻറ്റോൺമെന്റ് ആണ്. എല്ലാം തകർത്തുണ്ട്. തകർപ്പം പടം ഇമോഷണൽ പിന്നെ ഒരുപാട് ചിരിപ്പിക്കാനുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഹാഫ് ഒരുപാട് ചിരിക്കാനാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് തന്നെയാണ്. ഹൃദയം പോലെ ഹൃദയത്തോളം ആൾക്കാരുണ്ട്. ഹൃദയം പോലെയല്ല, ഇതൊരു വേറെ ടൈപ്പ് പടമാണ്. ഇഷ്ടപ്പെട്ടു. ഇത് ഈ ഒരു പറയുന്ന ഡയലോഗ് ഇനി നിങ്ങൾ യൂട്യൂബിലിട്ടാൽ തെറിവേര് പറയുന്നത്, ഞാൻ തിരിച്ചു വന്നടാ, എന്നെ ബോഡി ഷെയ്മിങ് ചെയ്യലടാ പട്ടികളെ, ഇതാണ് നിവിൻപോളിയുടെ ഡയലോഗ്. ഈ ഒരു ഡയലോഗ് പറഞ്ഞ് വൈറലായിട്ട് നിവിൻപോളി സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അത് നിവിൻപോളിയുടെ അസാധ്യമായ കോമഡി ടൈമിങ് സെക്കൻഡ് ഹാഫ് മൊത്തം കൊണ്ടുപോയ നിവിൻപോളിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ പഴയ കാലത്തിലേക്കുള്ള നൊസ്റ്റാൾജിക് രീതിയിലാണ് വന്നിരിക്കുന്നത്. മ്യൂസിക് അടിപൊളിയാണ്, അമിത്തിൻ്റെ മ്യൂസിക്. അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാ സിനിമയും വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ബേസിലാണെങ്കിൽ എല്ലാവരും വന്നവരും പോയവരൊക്കെ തകർത്ത് ഒരു അതിഗംഭീര ഫീൽ ഗുഡ് മൂവിയാണ്. ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് വിനീത് ശ്രീനിവാസൻ സ്റ്റൈലാണ്. പ്രതീക്ഷിക്കാത്ത കൂടുതൽ ഇമോഷണൽ രംഗങ്ങളിൽ ഒരുപാട് കൂടുതലുള്ള ഒരു ജേക്കബിൻ്റെ സ്വർഗരാജയിലുള്ള ഒരുപാട് ഇമോഷണൽ സീൻ കൂടുതലാണ്. കോമഡിയും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. 2.25 മണിക്കൂറുണ്ട്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിഗംഭീരമായ മൂവിയാണ്, മസ്റ്റ് വാച്ച് മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം. നല്ല പടമായിരുന്നു. ഫസ്റ്റ് തൊട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല, ട്രെയിലറിൽ കണ്ട പോലെ അല്ലായിരുന്നു പടം. നല്ല പടമായിരുന്നു. ഇത് ചെറുതാ. അതെ അതെ. മിഡിൽ പാർട്ടാണ് ഫുൾ ഇമോഷൻസ് വരുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അയ്യോ എന്നൊക്കെ പറഞ്ഞ് തകർത്ത്. ധ്യാനും നിവിൻ പോളിയായിരുന്നു ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട. നിവിൻ പോളിയാണ് ഏറ്റവും സൂപ്പർ സൂപ്പർ, നല്ല അടിപൊളി കോമഡി ഫുൾ അടിപൊളി.